കഴിഞ്ഞ ജൂലൈ 30 രാവിലത്തെ പത്രത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഏതാണ്ട് പൂർണ്ണ രൂപത്തിൽ അച്ചടിച്ചു വന്നിരുന്നു. സത്യത്തിന് അത് വായിച്ചപ്പോഴെനിക്ക് ഒരു പൗരൻ എന്ന നിലയിൽ ദുഃഖമാണ് തോന്നിയത്. കാരണം അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവാണ്. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് തുല്യമായ പദവി വഹിക്കുന്ന ഒരാളാണ്. അതേ പാർലമെൻറ്റിൽ നടക്കുന്ന പ്രസംഗങ്ങൾ പാർലമെൻ്ററി രേഖയിൽ വരുന്നതാണ്. ആദ്യ പ്രതിപക്ഷ നേതാവായിരുന്ന AKG മുതൽ രാഹുൽ ഗാന്ധിക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിച്ചിരുന്ന, കാരണം പ്രതിപക്ഷത്തിരിക്കാനുള്ള അംഗബലം ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി കിട്ടിയില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിച്ചിരുന്ന അധീർ രഞ്ജൻ ചൗധരി വരെ നിരവധി പ്രതിപക്ഷ നേതാക്കന്മാർ ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ടായിട്ടുണ്ട്. അവരൊക്കെ നടത്തിയ പ്രസംഗങ്ങളുണ്ട്. അതൊക്കെ പാർലമെൻ്ററി രേഖയിലുണ്ട്. വരുന്ന തലമുറയ്ക്ക് അത് വായിച്ച് അഭിമാനം കൊള്ളാം നമ്മുടെ പാർലമെൻ്ററി നടപടിക്രമങ്ങളെക്കുറിച്ച്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം അത് മാതൃഭൂമി പത്രത്തിലാണ് കണ്ടത്. അത് വലിയ ബോക്സിൽ മാതൃഭൂമി, സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയുടെ ഭക്തരാണ് മാതൃഭൂമിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ നിലവാരം കുറഞ്ഞ പ്രസംഗങ്ങൾക്കൊക്കെ വലിയ നിലയിലുള്ള പ്രാധാന്യവും കൊടുക്കാറുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. മാതൃഭൂമി ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്തമായ ചില രൂപങ്ങളൊന്ന് പറയാം. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം വായിച്ചപ്പോഴേ എനിക്ക് തോന്നിയൊരു വികാരമുണ്ടല്ലോ, അതിനെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഒരു നിമിഷം അതൊന്ന് പങ്കുവയ്ക്കാതെ പോകുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു. ഇതൊരു കഥയാണ്. പണ്ട് ഒരു ഗ്രാമത്തിലൊരു വിഡ്ഢി ഉണ്ടായിരുന്നു. അവന് കാടിനരികിലൂടെ നടന്നു പോയപ്പോൾ ചെടിപ്പടർപ്പുകൾക്കിടയിൽ ഒരു മത്തങ്ങ കളിച്ച് കിടക്കുന്നത് കണ്ടു. അവനത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ ഇതുവരെ ജീവിതത്തിൽ ആദ്യമായിട്ട് മത്തങ്ങ കാണുകയാണ്. മത്തങ്ങ കണ്ട് അവന് അത്ഭുത പരതന്ത്രനായി. എന്നിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് മത്തങ്ങയെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച ഒട്ടേറെ കഥകളുണ്ടാക്കി. മത്തങ്ങയുടെ ദിവ്യശക്തിയെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒക്കെ. അപ്പോൾ ഗ്രാമീണരായ ആളുകൾ ഇവൻ പറയുന്ന ഈ പ്രത്യേക സാധനം എന്താണ് എന്ന് ഒന്ന് നോക്കാനായിട്ട് അവനോടൊപ്പം ചെന്ന് അവർ നോക്കിയപ്പോൾ ഒരു മത്തങ്ങയാണ് കണ്ടത്. അങ്ങനെയാണ് വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന പ്രയോഗമുണ്ടായത് എന്നാണ് ഈ കഥയുടെ ചുരുക്കം. കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മത്തങ്ങയാണെന്ന്. അപ്പോൾ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന പ്രയോഗമുണ്ടായത് ഈ ചെറുപ്പക്കാരൻ്റെ കുറിച്ചുള്ള കഥയിൽ നിന്നാണ് എന്ന ഒരു കഥ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം, ഈ വിഡ്ഢിയായ ഗ്രാമീണനെ അനുസ്മരിപ്പിക്കുന്നതാണ് രാഹുൽ ഗാന്ധി കുറച്ച് ദിവസമായി പാർലമെൻറ്റ് സ്തംഭിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളും പ്രയോഗങ്ങളും പ്രസംഗങ്ങളും ഒക്കെ. ഇത് സത്യത്തിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് അനുയോജ്യമായ പെരുമാറ്റമാണോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാലോചിച്ച് നോക്കണം. ജന്തർ മന്ദറിലെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തിയെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. കുറ്റവാളികളാണെങ്കിൽ ആ കുറ്റവാളികളെ കണ്ടെത്തി അവരെ ശിക്ഷിക്കണം. അതിനപ്പുറം എന്ത് പ്രാധാന്യമാണ് അതിനുള്ളത്? പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് ദിവസങ്ങളോളം സഭാ നടപടികളെ തടസ്സപ്പെടുത്തത്തക്ക വിധത്തിൽ എന്ത് പ്രാധാന്യമാണ് ജന്തർ മന്ദിറിലെ സമരത്തിന് ഉണ്ടായത്? അപ്പം എന്തായാലും ശരി, ഞാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപത്തിലേക്ക് വരാം. അതേ പ്രസംഗത്തിൽ 3 കാര്യങ്ങളാണ് ഊന്നി പറയുന്നത്. അതിൽ നമ്പർ 1, എല്ലാ അറിവും തനിക്കില്ലെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന തുറന്ന മനസ്സും ഹൃദയവുമുള്ളവരുമാണ് വിദ്യാർത്ഥികൾ. അത് അദ്ദേഹം 3 വിഭാഗമായിട്ട് ആളുകളെ തിരിച്ചിട്ട് ആദ്യത്തെ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി രണ്ടാമതൊരു വിഭാഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. താൻ ദൈവമാണെന്ന് ധരിക്കുന്ന രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവരാണ് ഇഡിയറ്റുകൾ, വിഡ്ഢികൾ. അവരാണ് രണ്ടാമത്തെ വിഭാഗം. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്. ഇവരെ അന്ധമായി പിന്തുണയ്ക്കുന്ന മൂന്നാമത്തെ വിഭാഗം അന്ധഭക്തന്മാരാണ്. ഇതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഭരണകർത്താക്കളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇത്തരത്തിലാണ്. വിദ്യാർത്ഥികളെ പോലെ നിഷ്കളങ്കമായി ചിന്തിക്കുന്നവരല്ല, എല്ലാ അറിവും തനിക്കുള്ളവരാണ് എന്ന് കരുതുന്നവരാണ്. തൻ്റെ കഴിവ് അല്ലെങ്കിൽ തൻ്റെ അറിവ്, തൻ്റെ അധികാരം ഈശ്വരദത്തമായിട്ട് കിട്ടിയതാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരെ ആരാധിക്കുന്ന ഭക്തന്മാരുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ സംക്ഷിപ്തമായ രൂപം. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം ഞാനൊന്ന് വായിച്ചപ്പോഴേ എൻ്റെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ 5 പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയി. 1975 തൊട്ട് 77 വരെയുള്ള ഒരു കാലഘട്ടം. അന്ന് ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു.
തനിക്കെല്ലാം അറിയാമെന്നും അധികാരം അച്ഛനിലൂടെ ദൈവദത്തമായി തനിക്ക് കിട്ടിയതാണെന്നും ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ അതിനായി ജനിച്ച ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുത്ത് വന്ന ഒരു മഹാരാജ്ഞിയാണ് താന് എന്നും വിശ്വസിച്ചിരുന്ന ഒരു ഭരണാധികാരി ഇന്ത്യയിലുണ്ടായിരുന്നു. ആ ഭരണാധികാരി ആരാണെന്ന് രാഹുൽ ഗാന്ധി തിരക്കിയാൽ അന്വേഷിച്ചാൽ കണ്ടെത്താം എന്നല്ലയോ യേശുക്രിസ്തു പോലും പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് ഈ മഹാരാജ്ഞിയുടെ അനുചരന്മാരെ കുറിച്ചാണ് പറയുന്നത്. തൻ്റെ മഹാരാജ്ഞി കിട്ടിയിരിക്കുന്ന അധികാരം അത് ദൈവദത്തമാണെന്നും മഹാരാജ്ഞി പറയുന്നതെല്ലാം സത്യമാണെന്നും ആത്യന്തികമായ സത്യം മഹാരാജ്ഞിക്ക് മാത്രമേ പറയാൻ കഴിയൂ എന്നും വിശ്വസിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം 75 മുതൽ 77 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് DK ബറുവ എന്നാണ്, ദേവകാന്ത് ബറുവ. ഈ ബറുവ ഒരു വാചകം പറഞ്ഞു, ഇന്നും ഇന്ത്യയിലെ ആളുകൾ മറന്നിട്ടില്ലാത്ത, എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ മറന്നിട്ടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബറുവ നടത്തിയത്. ഇന്ദിര ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിരയാണെന്ന്, ഇന്ദിര എന്ന് പറഞ്ഞാൽ ഇന്ത്യയാകുന്നു. ഇതാണ് ബറുവ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഈ ബറുവ നിലപാടൊക്കെ മാറ്റി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രക്ഷിയാണെന്നൊക്കെ പറഞ്ഞത് പിന്നത്തെ കാര്യമാണ്. അത് ചരിത്രത്തിൽ പിന്നീട് വന്ന ഒട്ടേറെ നാടകീയ മാറ്റങ്ങളുടെ ഭാഗങ്ങളാണ്. ഇതപ്പോൾ ബറുവയെപ്പോലുള്ള ആളുകളാണ് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടർ ബറുവായുടെ വായിൽ നിന്ന് വീണതൊക്കെ സുവിശേഷമാണെന്ന് കരുതി തങ്ങളുടെ രാജ്ഞിയെ അന്ധമായി ആരാധിച്ച ഒരുപറ്റം ആളുകൾ ഇന്ത്യയിലുടനീളമുണ്ടായിരുന്നു. ഇവർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. ഇതായിരുന്നു മുദ്രാവാക്യം. ഇന്ദിരയെ ജനങ്ങൾ വിളിച്ചു. ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞു. ഇന്ദിരയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ 2014 മുതൽ ഇപ്പോൾ ഈ 2026 വരെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കൊന്നും ചെയ്യാൻ കാര്യമായിട്ട് കിട്ടുമായിരുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ദിര പറഞ്ഞ ഒരു കാര്യം ഗരീബി ഹഠാവോ എന്നാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം മാറിയോ? ദാരിദ്ര്യം മാറിയില്ല എന്ന് മാത്രമല്ല, ദാരിദ്ര്യം കൂടുതൽ വഷളായല്ലേ ഉള്ളൂ, കൂടുതൽ രൂക്ഷമായതല്ലേ ഉള്ളൂ. രണ്ട്, അച്ഛനും മകളും മകനും പിന്നെ തന്നെയാണ് മകൻ്റെ ഭാര്യയും കൂടി എത്ര വർഷം ഇന്ത്യ ഭരിച്ചു? 50 വർഷത്തിലധികം ഇന്ത്യ ഭരിച്ചില്ലേ? ഈ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ സ്ത്രീകൾക്ക് ശൗചാലയങ്ങളുണ്ടായിരുന്നു. ശൗചാലയങ്ങളൊരു ആർഭാട വസ്തുവായിട്ട് മാറിയില്ലേ? വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിന് എന്ത് സൗകര്യമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? ഇന്ത്യയിൽ എത്ര എയർപോർട്ടുകൾ ഉണ്ടായിരുന്നു? ഇന്ത്യയുടെ റെയിൽവേയുടെ സ്ഥിതി എന്താണെന്ന്? കൃത്യസമയത്തോടാത്ത ട്രെയിനുകൾ, പഴഞ്ചൻ കോച്ചുകൾ, ഏങ്ങി വലിഞ്ഞ് നീങ്ങുന്ന റെയിൽവേ എഞ്ചിനുകൾ, ഇതായിരുന്നല്ലേ ഇന്ത്യയിലെ ട്രെയിനുകളുടെ സ്ഥിതി. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നിന്നും ഇന്ന് ഇന്ത്യ മാറിയില്ലേ? രാഹുൽ ഗാന്ധി ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2014 മുതൽ 26 വരെയുള്ളൊരു കാലഘട്ടം ഇന്ത്യ എങ്ങനെ മാറി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? ഒട്ടേറെ മാറ്റങ്ങൾ ഇന്ത്യയിൽ വന്നില്ലേ? ഇന്ത്യയിൽ വന്ദേ ഭാരത് പോലെ ട്രെയിൻ ഓടാൻ തുടങ്ങി. കോടിക്കണക്കിന് ശൗചാലയങ്ങൾ ഉത്തരേന്ത്യയിലെ വീടുകളിലെ ഗ്രാമീണർക്ക് വെച്ചു കൊടുത്തു. ഉത്തരേന്ത്യയിൽ കോടിക്കണക്കിന് ശൗചാലയങ്ങൾ മോദി സർക്കാർ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്രയും ശൗചാലയങ്ങൾ ഇല്ലായിരുന്നു എന്നല്ലേ അർത്ഥം. പെൺകുട്ടികളുടെ പഠനത്തിനായിട്ട് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. പുതിയ പുതിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി. വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ട് ടൈഅപ്പുകൾ ഉണ്ടാക്കി. സ്റ്റാർട്ടപ്പിലൂടെ നമ്മുടെ യുവാക്കൾക്ക് തൊഴിലവസരം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇന്ത്യ അന്തർദേശീയ രംഗത്ത് നമ്മുടെ കരുത്ത് തെളിയിച്ചു. പണ്ട് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലെ ദുർബലരുടെ രാജ്യമായിരുന്നു ഇന്ത്യ, ദരിദ്രരുടെ രാജ്യമായിരുന്നു ഇന്ത്യ. ദുർബലരുടെ പ്രതിനിധികൾ മാത്രമായിരുന്നു ഇന്ത്യയുടെ ഭരണകർത്താക്കൾ. ഇന്നത് മാറിയില്ലേ? ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി, ഭരണാധികാരിയായി നരേന്ദ്രമോദി മാറിയില്ലേ? ഇന്ത്യക്ക് പുറത്തുള്ള 30 രാജ്യങ്ങൾ അവരുടെ പരമോന്നത പുരസ്കാരങ്ങൾ കൊടുത്ത് അംഗീകരിച്ചൊരു പ്രധാനമന്ത്രിയല്ലേ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കുന്നത്? അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു മാന്യത കാണിക്കാൻ അങ്ങേക്ക് ചുമതലയില്ലേ? ഇത് രാഹുൽ ഗാന്ധി ആലോചിക്കേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി സ്വന്തം നിലവാരം എന്താണ് എന്നറിയാതെ സംസാരിക്കുന്ന ഈ ഒരു കൂഷ്മാണ്ഡ വിഡ്ഢിയെപ്പോലെയുള്ള, അല്ലെങ്കിൽ വിഡ്ഢി കൂഷ്മാണ്ഡത്തെ പോലുള്ള ഒരാളായിട്ട് മാറിയതിൽ എനിക്ക് ദുഃഖമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി മാറിയതല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മാറി എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ പ്രശ്നം. അതാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിയോട് എനിക്ക് ഉള്ള സംശയം,
4 ചോദ്യങ്ങൾ അദ്ദേഹത്തോടെ ചോദിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, 2004 മുതൽ 2014 വരെ അങ്ങയുടെ അമ്മയുടെ കാര്യസ്ഥനായിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനല്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ ഒരു മന്ത്രിയായി ഇരുന്ന് ഒരു ഭരണകർത്താവായിട്ട് മികവ് തെളിയിക്കാനുള്ള അവസരം അങ്ങേക്ക് 10 വർഷമുണ്ടായിരുന്നു. ഗ്രാമവികസനമാകാം, ആഭ്യന്തര വകുപ്പാകാം, അതല്ലെങ്കിൽ പ്രതിരോധ വകുപ്പാകാം, വിദേശകാര്യമന്ത്രിയാകാം, ഏത് വകുപ്പും അങ്ങേക്ക് മൻമോഹൻ സിംഗിൻ്റെ ക്യാബിനറ്റിൽ ലഭിക്കുമായിരുന്നല്ലോ. മൻമോഹൻ സിംഗ് തന്നെ തൻ്റെ ക്യാബിനറ്റിലേക്ക് അങ്ങേ ക്ഷണിച്ചില്ലേ? നല്ലൊരു വകുപ്പ് ഏറ്റെടുത്ത് തൻ്റെ ഭരണമികവ് കാണിക്കാൻ താങ്കളോട് ആവശ്യപ്പെട്ടില്ലേ? അങ്ങേക്ക് അതിന് കഴിഞ്ഞു. അങ്ങൊരു ഭീരുവിനെ പോലെ ഒളിച്ചോടി പോവല്ലേ ചെയ്തിരുന്നത്? താങ്കളെ എങ്ങനെയാണ് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്? താങ്കൾക്കൊരു പ്രധാനമന്ത്രി ആകാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ താങ്കൾ 10 വർഷം ഒരു വകുപ്പ് ഭരിച്ച് താങ്കളുടെ കഴിവ് തെളിയിക്കേണ്ടതായിരുന്നില്ലേ? അതിന് കിട്ടിയ സുവർണാവസരമല്ലേ താങ്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? താങ്കളുടെ അപക്വമായ പെരുമാറ്റത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. താങ്കൾ കൂടിയിരുന്ന് താങ്കളുടെ അമ്മയുടെ സമ്മതത്തോടെ, താങ്കളുടെ സമ്മതത്തോടെ പാസ്സാക്കിയ ഒരു ഓർഡിനൻസ് അത് വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയണം എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മനസ്സ് വേദനിച്ചത് കാണാൻ രാഹുൽ ഗാന്ധി താങ്കൾക്ക് കഴിഞ്ഞു? അത് തടയാമായിരുന്നു, ആദ്യം തന്നെ തടയാമായിരുന്നു. അത് ഓർഡിനൻസ് ആയിക്കഴിഞ്ഞ് അത് വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയണം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമന്ത്രിയുടെ ആത്മാഭിമാനത്തിന് കൊടുക്കുന്ന ആഘാതമല്ലേ ശ്രീ രാഹുൽ ഗാന്ധി? അങ്ങത് മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ? ഇനി മറ്റൊരു കാര്യം, അങ്ങേക്ക് മുമ്പും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതലയിലുള്ള ഒരാളുണ്ടായിരുന്നു, ബംഗാളിൽ നിന്നുള്ള അധീർ രഞ്ജൻ ചൗധരി. അദ്ദേഹത്തിൻ്റെ നിലവാരത്തിന് ഒപ്പമെങ്കിലും എത്താൻ ശ്രീ രാഹുൽ ഗാന്ധി താങ്കൾക്ക് കഴിയുന്നുണ്ടോ എന്ന് താങ്കൾ ആത്മപരിശോധന ചെയ്യണം. താങ്കൾ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് യോഗ്യനാണോ എന്ന് താങ്കൾ തന്നെ ആത്മപരിശോധന ചെയ്യണം. താങ്കൾ പെല്ലറ്റിനെ കുറിച്ചും ജന്തർ മന്ദിറിലെ സമരത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി, അവിടെയുള്ള 4-5 ചെറുപ്പക്കാർ, അഭിഷേക് ദീപക് അടക്കമുള്ള ആളുകൾ, യുവാക്കളെ ജന്തർ മന്ദിറിലേക്ക് ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനകത്ത് കഴിയാത്തത് കൊണ്ടല്ലേ? അഭിഷേക് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചുകൂട്ടി അത്രയും, അല്ലെങ്കിൽ ആകർഷിച്ചത്രയും യുവാക്കളുടെ ഒരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി താങ്കൾക്ക് കഴിയുമോ? താങ്കളും താങ്കളുടെ സഹപ്രവർത്തകരും തപസ് ചെയ്താൽ ജന്തർ മന്ദിറിൽ ഇത്ര ആളുകളെ എത്തിക്കുവാൻ കഴിയുമോ? അത് താങ്കളുടെ ദൗർബല്യമല്ലേ? താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ ദൗർബല്യമല്ലേ? അപ്പോൾ താങ്കൾ പിടിപ്പ് കൊട്ട ഒരു പ്രതിപക്ഷ നേതാവാണ്. താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതാണ്ട് കാലഹരണപ്പെട്ടു. ഇതല്ലേ ശ്രീ രാഹുൽ ഗാന്ധി വാസ്തവം? അല്ലെങ്കിൽ ജന്തർ മന്ദിറിലെ സമരം താങ്കളല്ലേ നടത്തേണ്ടത്? അതിന് നേതൃത്വം കൊടുക്കേണ്ടത് താങ്കളായിരുന്നില്ലേ? അല്ലാതെ അഭിഷേക് ദീപകിൻ്റെ വേദി ഉപയോഗിച്ച് താങ്കൾ നേതാവാകാൻ ശ്രമിച്ചത് എത്ര ദുഃഖകരമാണ്, എത്ര അപമാനകരമാണ് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി താങ്കൾ ആലോചിക്കണ്ടേ? എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഇന്നത്തെ, അതായത് 30-ാം തീയതിയിലെ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത ചർച്ചകൾ, ഏഷ്യാനെറ്റ് ചാനലിലെ ഒരു ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഈ ചാനൽ ചർച്ചകളിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോൾ അവർ പറയുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കും. അവരെന്തെങ്കിലും നിലവാരമുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അത് ചെയ്യുന്നത്. അത്തരത്തിൽ ഞാൻ വളരെ ഗൗരവത്തോടു കൂടി കേൾക്കുന്ന ചർച്ചയാണ് ശ്രീ പ്രേമചന്ദ്രൻ നടത്തുന്ന ചർച്ചകൾ. എൻ കെ പ്രേമചന്ദ്രനെ RSP എന്ന് പറയുന്നൊരു ചെറിയ പാർട്ടി പ്രതിനിധിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ വീക്ഷണമുള്ള, നിലപാടുകളുള്ള, നിലവാരമുള്ള ഒരു പാർലമെൻറ്റ് മെമ്പറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്ത് പറയുന്ന അഭിപ്രായത്തിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷേ ഈ 2026 ജൂലൈ 30-ാം തീയതി നടന്ന ചർച്ചയിൽ പ്രേമചന്ദ്രൻ പറഞ്ഞ ഒരു വാചകം സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെയാണ് പ്രേമചന്ദ്രൻ ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ വളരെ നിലവാരം കുറഞ്ഞ ഒരു പ്രസംഗത്തിനെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിന് അനുരോധമായ പശ്ചാത്തലം തീർക്കുകയായിരുന്നു. അനുരോധമായ പശ്ചാത്തലം, അതിനായിരുന്നു ഈ നിലവാരം കുറഞ്ഞൊരു പ്രസംഗം രാഹുൽ ഗാന്ധി നടത്തിയത് എന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരം ഇവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് പ്രേമചന്ദ്രൻ പറയേണ്ട സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നിലവാരത്തിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ തരം താണാൽ എനിക്ക് അദ്ദേഹത്തോടെ സഹതാപം മാത്രമേ തോന്നുകയുള്ളൂ. പ്രേമചന്ദ്രനെ പോലുള്ള ആളുകൾ ദയവായിട്ട് രാഹുൽ ഗാന്ധിയെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്.
നിലവാരമുള്ള പ്രസംഗം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പാർലമെൻറ്റിൽ മാന്യമായി പ്രസംഗിക്കാനും പെരുമാറാനും അദ്ദേഹം പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പാർലമെൻറ്റിലെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ, അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ അംഗങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. കാരണം ജനങ്ങൾ വളരെയധികം അവജ്ഞയോടെ കാണുന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളെങ്ങും എത്താൻ പോകുന്നില്ല. ആ പ്രതിപക്ഷ നേതാവിന് ഇന്ത്യയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ആ പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുമില്ല എന്നുള്ള കാര്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഘടകകക്ഷികൾക്ക് മനസ്സിലാകും. രാഹുൽ ഗാന്ധിയെ തിരുത്തുക, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് അനുയോജ്യനായ ഒരു പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ കണ്ടെത്തുക. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് അനിവാര്യമാണ്. ശക്തമായ ഒരു പ്രതിപക്ഷം, ശക്തമായ ഭരണകൂടത്തോടൊപ്പം തന്നെ ജനാധിപത്യത്തിന് അനിവാര്യമാണ് എന്ന വസ്തുത നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ദയവായി പ്രതിപക്ഷത്തിരിക്കുന്ന മാന്യന്മാരായ അംഗങ്ങൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.